ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീണ്ടും ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്, സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആകണം. നമുക്കറിയാം ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ സ്കിൻ ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ സാവധാനത്തോടെ ചെയ്യണം, വളരെ പേഷ്യൻസോടെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് വരണം. അപ്പോഴാണ് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആകുക. സ്കിൻ എത്രത്തോളം നിങ്ങൾ കെയർ ചെയ്യുന്നോ അത്രത്തോളം സ്കിൻ ബ്രൈറ്റൻ ആയിട്ടിരിക്കും. ഇനി എത്ര വൃത്തികെട്ട പാടുകളോ എത്ര ഇതായിട്ട് നമ്മുടെ മുഖം വൾഗർ ആണെങ്കിലും കറക്റ്റ് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആകും. ദയവേത് ഈ ക്രീമുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ വെളുക്കാനായിട്ടുള്ള ചില നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ക്രീമുകളൊക്കെ ഉണ്ട്, കുറച്ച് ബ്രാൻഡിന്റെ. ആ ബ്രാൻഡുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്രീമുകളൊന്നും ദയവേത് ആരും വെളുക്കാനായിട്ട് വാങ്ങി തേക്കരുത്. കുറച്ച് നാൾ നിങ്ങൾക്ക് നല്ലപോലെ വെളുപ്പൊക്കെ നിൽക്കും. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ തൊലിയുടെ മുകളിലുള്ള ചർമ്മമൊക്കെ നല്ലപോലെ നശിച്ചു പോയി അകത്ത് നമ്മൾ പൊള്ളിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അകത്ത് വെളുക്കുന്നത്, അതേപോലെ കുറച്ച് നാൾ വെളുത്ത് നിൽക്കും. വൺസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ കളർ പോലും നിങ്ങൾക്ക് നഷ്ടമാവും. പിന്നെ നമുക്ക് മെന്റലി ഡിപ്രഷൻ ആകും, ഭയങ്കര പ്രോബ്ലംസ് ആകും. ദയവേത് നിങ്ങൾ ആരും വെളുക്കാനായെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും വരുത്തേക്കരുത്. നമുക്ക് നാച്ചുറലായിട്ട് പ്രകൃതിയിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. മേ ബി വെളുക്കാതെ പോയേക്കാം, പക്ഷെ അത് സാരമില്ലല്ലോ, നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലെ. അപ്പോൾ അങ്ങനെ സ്കിൻ ബ്രൈറ്റൻ ആക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടത്. ഇന്ന് ഞാൻ ഇപ്പോൾ തലയിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ നീലയമരി എണ്ണയോ അല്ലെങ്കിൽ ഏത് എണ്ണയായിരുന്നാലും നല്ല രീതിയിൽ തലയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പേരുടെ അടുത്ത് കെരാറ്റിന്റെ കാര്യങ്ങളൊക്കെ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി കെരാറ്റിൻ ചെയ്ത് തലയിൽ എണ്ണ തേക്കാമോ എന്നൊക്കെ. ഞാൻ കെരാറ്റിൻ ചെയ്ത തല തന്നെയാണ്. ഒരു വർഷത്തോളം ആയില്ലേ നമ്മൾ കെരാറ്റിൻ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കെരാറ്റിൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. മേ ബി നെക്സ്റ്റ് വീക്ക് ഞാൻ ഒരു കെരാറ്റിൻ ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കെരാറ്റിൻ ചെയ്ത മുടിയിൽ നിങ്ങൾക്ക് എന്ത് ഓയിലോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതിനകത്തൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അപ്ലൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് കോക്കനട്ട് ഓയിലെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ മുടി റഫായി പൊട്ടിപ്പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അവർ തരുന്ന ഷാമ്പു തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നമ്മുടെ നോർമൽ ഷാമ്പൂസ് തന്നെ യൂസ് ചെയ്താലൊക്കെ മതി. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നോർമൽ ആയിട്ടുള്ള പാക്കുകളും ഒക്കെ നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അതും, കാരണം നമുക്ക് ഓരോ ദിവസം ക്ലിയർ ചെയ്ത് പോകണമല്ലോ. ചുമ്മാ പേരിന് എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല എനിക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് അതിനു മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ സ്കിൻ കെയർ ചാനൽ നല്ലപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ താഴെ ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവർ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ. നവര അരി വാങ്ങി വയ്ക്കാനായിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ നവര അരി എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടാണ് എല്ലാവരും സ്കിൻ ബ്രൈറ്റനിങ്ങിന് നവര അരി ഉപയോഗിച്ചു തുടങ്ങിയത്. പണ്ട് കാലം മുതലേ തന്നെ നവര അരി, നമ്മുടെ അമ്മൂമ്മയുടെയൊക്കെ കാലം മുതൽ തന്നെ നവര അരി എന്ന് പറയുന്നത് അവർ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള കാര്യമായിരുന്നു. എങ്ങനെയാണ് അവർ അന്ന് കാലത്ത് ഞവര അരി ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞവര അരി വെറുതെ എടുത്തിട്ട് കുറച്ച് വെള്ളം കുഴച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് കാലിന്റെ പാദം ഉണ്ടല്ലോ നല്ലപോലെ റബ്ബ് ചെയ്ത് അവർ കഴുകിക്കളയും. കാലിന്റെ പാദം നല്ലപോലെ റബ്ബ് ചെയ്ത് കഴുകിക്കളഞ്ഞതിന് ശേഷം അലോവേര ജെല്ല്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ എടുത്ത് കാലിൽ തേച്ച് പിടിപ്പിക്കും. അപ്പൊ കാലിനകത്തുള്ള മാർക്കുകളൊക്കെ മാറി കാല് നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ടും ഇരിക്കും. അന്ന് കാലത്തില് മുഖത്തും അവർ കുളിക്കാനായിട്ടും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഞവര അരി എന്ന് പറയും. പ്രത്യേകിച്ചും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ കറുത്ത മാർക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞവര അരി പാലിൽ പേസ്റ്റ് ആക്കിയിട്ട് അപ്ലൈ ചെയ്തിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ ഈ ക്രീമുകളൊക്കെ വന്ന സമയത്ത് ഈ നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഒരുപാട് പേര് മറന്നുപോയി. വീണ്ടും നമുക്കിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള തിങ്സുകൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് നവര അരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വൈറ്റനിങ് പാക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. അതിന്റെ കൂടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ബോൾ അതും വേണം കേട്ടോ. ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും വേണം. ആദ്യം ഇത് കണ്ടിട്ട് വരും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നവര അരി നല്ലതുപോലെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ വേണം. ഇതാണ് നവര അരി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല നവര അരി എന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിന് നല്ല രീതിയിൽ യൂസ് ആകും നവര അരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ വേവിച്ച് ചോറായിട്ടൊക്കെ കഴിക്കുന്ന അതേ നവര അരി തന്നെയാണ്. നവര അരി എടുക്കുക. 1 ടേബിൾ സ്പൂൺ നല്ലപോലെ പൊടിച്ച നവര അരി എടുക്കുക. അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ടുള്ള റോ മിൽക്ക്, ചൂടാക്കിയതൊന്നുമല്ല, റോ മിൽക്കും 1 ടേബിൾ സ്പൂൺ എടുക്കുക. ഇത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹണിയും വേണം, 1/2 ടേബിൾ സ്പൂൺ.
അപ്പോൾ ഇത് മൂന്നും വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു നവര റൈസിനകത്ത് പാല് മിക്സ് ചെയ്യുക, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്യണം. 1/2 ടേബിൾ സ്പൂൺ ഹണി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ വേണം അത് മിക്സ് ചെയ്ത് എടുക്കാൻ. പിന്നെ ഇതാണ് നമ്മുടെ ഐസ് ക്യൂബ്സ്. നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഐസ് ക്യൂബ്സ് ആണിത്. ഇത് വെച്ചാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐസ് ക്യൂബ്സും നമ്മുടെ നവര അരിയുടെ പേസ്റ്റ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന പാലും ഹണിയും നവര അരി ഉപയോഗിച്ച്, നവര അരി എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട. സൂപ്പർ മാർക്കറ്റിൽ പോയി നവര അരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഞാൻ കാണിച്ചല്ലോ, ആ ഒരു അരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു അരി ഉപയോഗിക്കാം. അത് നമുക്ക് റൈസ് ആയിട്ട് ചോറ് വെച്ച് കഴിക്കാനും വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു അരിയാണ് നവര അരി എന്ന് പറയുന്നത്. അരി നല്ലപോലെ പൊടിച്ച് നമുക്ക് പുട്ട് പോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫേസ് ക്ലീൻ ആണ്. ഞാൻ ഫേസിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ എഴുതിയിട്ട് കുളിച്ചല്ല, മുഖം ഒന്ന് കഴുകി എണ്ണയൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് ബോൾ വെച്ചിട്ട് ഫേസ് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം മസാജ് ചെയ്യരുത്. ജസ്റ്റ് ഒരു ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു, 2-3 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാം. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ആ ഒരു 1 മിനിറ്റ് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് നേരം മസാജ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ല പോലെ കഴുകിയിട്ട് വരിക, വാഷ് ചെയ്തിട്ട് വരിക. ഓക്കെ, നല്ല പോലെ ഒന്ന് മസാജ് കൊടുക്കുക, വാഷ് ചെയ്തിട്ട് വരിക. ചിലർ പറയാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ്സ് മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് മസാജ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ്സ് മസാജ് ചെയ്യരുത്. ഈ കാരണം തുണിയിലോ കോട്ടൺ തുണിയിലോ വെച്ചിട്ട് മസാജ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പാക്സ് ഐസ് ക്യൂബ്സ് ആയിട്ട് മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മസാജ് ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ് ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഫേസിൽ വെച്ചേക്കുക. എന്നിട്ട് വാഷ് ചെയ്തിട്ട് വരിക. ഇപ്പൊ ഞാൻ ആ ബീട്രൂട്ട് പാക്ക് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് തുടച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് നല്ലപോലെ ക്ലോസ് ആയിട്ടുണ്ടാകും. ഫേസ് നല്ലപോലെ കഴുകിയിട്ട് പാക്ക് ഇടുന്ന സമയത്ത് ഡെയിലി നമ്മൾ ഇതുപോലെ പാക്ക് ഇത് ഒരു ഐസ് ക്യൂബ്സ് നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു ഐസ് ക്യൂബ്സ് മസാജ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നല്ല ബ്രൈറ്റൻ ആകും. അതേസമയം പോർസ് ഒക്കെ നല്ലപോലെ ക്ലോസ് ആകാനായിട്ട് സഹായിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലപോലെ. ഇത് ഒരു ചെറിയ ഒരു നല്ല ഫൈൻ പേസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഇത് പറയുന്നത് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ മുഖത്തൊക്കെ ഉള്ള വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ലപോലെ പോകാനായിട്ടും സഹായിക്കും. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാടിട്ട് ഇതേ ഇങ്ങനെ ഉരയ്ക്കരുത്, ടൈറ്റ് ആയിട്ട് ഉരയ്ക്കരുത്. ചെറിയ ഒരു മസാജ് കൊടുത്ത് റൗണ്ട് ആയിട്ട് ഫേസ് മസാജ് ചെയ്യുക. ഇതൊരു പാക്കും ആണ്, അതേസമയം തന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ മസാജ് ചെയ്ത് വേണം ഈ പാക്ക് ഇടാനായിട്ട്. അതേസമയം ഒരുപാട് മസാജ് കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഈ ഒരു 2 ഫിംഗർ വെച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരുപാട് പ്രഷർ കൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് എവിടെയാണ് ഈ ഭാഗത്തൊക്കെ നല്ല ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ്. അതുപോലെ നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗത്തുണ്ടാകും. അതൊക്കെ നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചുണ്ടിന്റെ ഈ ഒരു ചുറ്റുമുള്ള ഭാഗം ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഈ ചുണ്ടിന്റെ ചുറ്റുമുള്ള ഒരു കറുപ്പ് വന്നിട്ടുള്ളത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ഇടുന്ന സമയത്തായിരുന്നാലും ഇവിടെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. നൈറ്റ് കിടക്കുന്ന സമയത്ത് ചുണ്ടിൽ നിന്ന് ലിപ്സ്റ്റിക് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ മാറ്റി കളയണം. ലിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ തുടച്ച് കഴിഞ്ഞിട്ട് ഗീയോ എന്തെങ്കിലും ഒന്ന് നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ചുണ്ട് നല്ല കളറാകാനുള്ള പാക്കൊക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ട് നോക്കാം. ഓക്കെ, ഇനി ഇത് ഫുള്ള് ഫേസ് അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഞാനൊരു 20 നിമിഷം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് നിങ്ങൾ തുടയ്ക്കേണ്ട കാര്യമില്ല, വെള്ളം അങ്ങനെ തന്നെ ഒന്ന് വലിയാനായിട്ട് വിട്ടുകൊടുക്കുക. തുടച്ച് ഉടക്കുന്നതിനെക്കാട്ടിയും ആ വെള്ളം നല്ലപോലെ ഒന്ന് വലിയട്ടെ. വലിഞ്ഞു വരുന്ന സമയത്ത് ചെറിയ ഒരു വെള്ളമയം ഉള്ളപ്പം തന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നല്ലപോലെ ഫേസ് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഈരമയത്തോടെ തന്നെ നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നല്ലപോലെ പെനട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് സ്കിന്നിന് നല്ലൊരു ഗ്ലോനസ്
കൊടുക്കും. ഡ്രൈ സ്കിൻ ഒന്നും ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. ചില പാക്കുകൾ നമ്മൾ കണ്ടിന്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇപ്പൊ നമ്മുടെ ഈ ഐസ് ക്യൂബ് വെച്ചുള്ള മസാജ് ഒക്കെ നമ്മൾ ഡെയിലിയും ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ചില പാക്കുകൾ നമ്മൾ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാക്കുകൾ നമ്മൾ എല്ലാ ആഴ്ചയും ഇടാൻ പാടില്ല. നമ്മൾ ഈ 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയാണ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നാളെ അടുത്ത ഡേയിലെ വീഡിയോയുമായി വീണ്ടും കാണാം.